ഇതിപ്പോൾ സുരേഷ് ജിയെ മാത്രമല്ല, അല്ലെങ്കിൽ BJP മാത്രമല്ല, കോൺഗ്രസ് അല്ല, LDF, എല്ലാ ഗവൺമെന്റും, ഏത് ഗവൺമെന്റും ആവട്ടെ, അവസാനം ഓരോ വാഗ്ദാനങ്ങൾ നമുക്ക് തരും. അതായത് 2028 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 50 വന്നാലും സുരേഷ് ജിക്ക് പറയാം, ഞാൻ അന്നേ പറഞ്ഞില്ലേ കേരളത്തിൽ എയിംസ് വരുമെന്ന്. ഈ കാര്യങ്ങൾ നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഒരുപാട് പേർ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ വീണ്ടും ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ്സ് കണ്ടിട്ട് അവർക്ക് വോട്ട് ചെയ്യും. പക്ഷെ അതല്ല ചെയ്യേണ്ടത്. കഴിഞ്ഞ 5 വർഷം ഇവരുടെ പ്രവൃത്തി എങ്ങനെയാണോ, ഏതാണ്ട് 2024 മുതൽ തുടങ്ങിയ ബന്ധമാണ് സുരേഷ് ജിയും എയിംസും തമ്മിൽ. പിന്നീട് അത് ചർച്ചകളായി, ചോദ്യങ്ങളായി, അവസാനം സുരേഷ് ജിയുടെ ചോദ്യമായി. അതായത് ഇത് എവിടെ വരുമെന്നുള്ള സ്ഥലത്തിന്റെ പ്രശ്നം വന്നപ്പോൾ സുരേഷ് ജി ചോദിച്ചു, തൃശ്ശൂരിൽ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം വരെയായി. അവസാനമായി ഇപ്പോൾ ഇതാ പുതിയ ചോദ്യവുമായി സുരേഷ് ജി രംഗത്ത്. ഞാൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുമല്ല, ആരോഗ്യമന്ത്രിയുമല്ല. ഞാനിത് നിങ്ങൾ ഇവിടുന്ന് ഉത്തരവാദിത്വത്തോടെ തെരഞ്ഞെടുത്ത് അയച്ച ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് പ്രതിനിധിയാണ്. ആരെങ്കിലും പറഞ്ഞോ താങ്കൾ പ്രധാനമന്ത്രിയാണെന്ന്, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയാണ്? താങ്കൾ വെറും ഒരു MP മാത്രമല്ല, താങ്കൾ ഒരു കേന്ദ്രമന്ത്രിയും കൂടിയാണ്. ആ ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ. ബാക്കി നമുക്ക് പറയാം. എന്റെ ആവശ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ എയിംസ് വരും, വന്നിരിക്കും. വരും, എയിംസ് വരും, വന്നിരിക്കും. പക്ഷേ അത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ അത് എപ്പോൾ വരുമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കേൾക്കാം. എന്ന് പറഞ്ഞത് 2026 വരും എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ട് സർ. നിങ്ങൾ ഇപ്പൊ സജ്ജമാകും. 2027 അല്ലെങ്കിൽ 28 സാധ്യമാവട്ടെ. അതല്ലേ 2026 വരുമെന്ന് അദ്ദേഹം പറഞ്ഞില്ല, അത് ശരിയാണ്. അപ്പോൾ 2027 28 സാധ്യമാവട്ടെ. ഒരു കേന്ദ്രമന്ത്രിയാണ്. ഒരു കേന്ദ്രമന്ത്രിക്ക് ഒരു എയിംസ് വരാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതും കേരളത്തിൽ BJPക്ക് ടിക്കറ്റ് ഇല്ലാത്ത ഒരിടത്തുനിന്ന് വിജയിച്ചു വന്നിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവിടെ സമ്മർദ്ദം ചെലുത്താൻ പറ്റുന്നില്ല എന്നാണോ? അപ്പോൾ അത്ര വിലയാണോ ഒരു കേന്ദ്രമന്ത്രിക്ക് നൽകുന്നത്? 2027 28 സാധ്യമാവട്ടെ എന്നാണ് പറഞ്ഞത്. അതിലും വലിയ ഉറപ്പൊന്നുമില്ല. അതായത് 2028 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 50 വന്നാലും സുരേഷ് ജിക്ക് പറയാം, ഞാൻ അന്നേ പറഞ്ഞില്ലേ കേരളത്തിൽ എയിംസ് വരുമെന്ന്. വന്നില്ലേ എന്ന് പറയാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വാഗ്ദാനം ആരാ മുന്നോട്ട് വെച്ചത്? എന്റെ ടേം അവസാനിച്ച് അടുത്ത തവണ നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ചു വരുന്നതിന് മുമ്പ് കേരളത്തിൽ സർക്കാരുകൾ, ഇനി മാറി വരുന്ന സർക്കാർ ഉണ്ടെങ്കിൽ അവര്, അതല്ല എവരാ വരുന്നതെങ്കിൽ അവര്, അതല്ല പുതിയ സർക്കാരാ വരുന്നതെങ്കിൽ അവര് സ്ഥലം എടുത്ത് തന്നാൽ ഇത് വരാതിരിക്കാൻ ഒരു കാരണവുമില്ല. അതിന്റെ ഇടയിൽ കണ്ടില്ലേ, എന്റെ ടേം കഴിഞ്ഞിട്ട് വീണ്ടും ഞാനൊരു ഇലക്ഷന് വരുന്നതിന് മുമ്പ്, അതായത് വോട്ട് ചോദിച്ചു വരുന്നതിന് മുമ്പ് എയിംസ് വരുമെന്ന് പറഞ്ഞിട്ട് നിർത്തിയാൽ മതിയായിരുന്നു. പക്ഷേ അവിടെ ഒരു മുൻകൂർ ജാമ്യം എടുത്തു. കാരണം അഥവാ വന്നില്ലെങ്കിലോ, അപ്പോൾ എന്ത് ചെയ്യാം? ആ സമയത്ത് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ആരുമാവട്ടെ, ഇപ്പോൾ LDF ആണ്, ചിലപ്പോൾ മാറാം, കോൺഗ്രസ് ആവാം, BJP ആവാം, ആര് വേണമെങ്കിലും ആവാം. അപ്പോൾ അവർ സമ്മതിച്ചില്ലെങ്കിൽ, അപ്പോൾ അതായത് വോട്ടിന് പോകുമ്പോൾ എന്തിട്ട് എയിംസ് വന്നില്ല എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സർക്കാർ സമ്മതിച്ചില്ല എന്ന് പറയാനുള്ള ഒരു മുൻകരുതൽ, ഒരു മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞു ഓൾറെഡി. ഇതിപ്പോൾ സുരേഷ് ജിയെ മാത്രമല്ല, അല്ലെങ്കിൽ BJP മാത്രമല്ല, കോൺഗ്രസ് അല്ല, LDF, എല്ലാ ഗവൺമെന്റും, ഏത് ഗവൺമെന്റും ആവട്ടെ, അവസാനം ഓരോ വാഗ്ദാനങ്ങൾ നമുക്ക് തരും. അവസാനം ഇലക്ഷന്റെ 1 2 മാസം മുമ്പ്, അല്ലെങ്കിൽ ഒരു 6 മാസം മുൻപ് തുടങ്ങും ഓരോ വാഗ്ദാനങ്ങൾ പാലിക്കാൻ വേണ്ടി. അതും ഉദ്ഘാടനം ചെയ്തു വെക്കും. എല്ലാം ഇനോഗ്രേഷൻ, അതായത് ഒരു വർക്ക് പോലും സ്റ്റാർട്ട് ചെയ്യില്ല, ജസ്റ്റ് ഒരു ഇനോഗ്രേഷൻ നടത്തി വെക്കും. എന്തിന്? വോട്ട് ചോദിച്ചു പോകുമ്പം പറയണല്ലോ, ഇതേ തുടങ്ങി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ തീർത്തു തരാം എന്ന്. അല്ലാതെ കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ട് അവർ തുടങ്ങില്ല. ഇപ്പൊ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ ഉദ്ഘാടനമൊക്കെ. അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഉദ്ഘാടനവും ഇതിനു മുൻപൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇലക്ഷൻ അടുപ്പിച്ചിട്ടാണ് ഈ ഉദ്ഘാടനമൊക്കെ നടക്കുക. അപ്പോൾ 5 വർഷം മുൻപ്, അതായത് ഈ ഇലക്ഷൻ വരുന്ന തൊട്ട് മുമ്പുള്ള ഇലക്ഷൻ, ആ ഇലക്ഷനിൽ അവർ തന്ന വാഗ്ദാനങ്ങളാണ്. അപ്പോൾ ഈ 5 വർഷം അവർക്ക് കാലാവധി ഉണ്ടായിരുന്നു, ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും അവർ ചെയ്തിട്ടില്ല. കാരണം ആ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് അത് തീർക്കണമല്ലോ. എന്നാലല്ലേ അത് തീർത്തു എന്ന് പറയാൻ പറ്റും. ഇതായി കഴിഞ്ഞാൽ ഇലക്ഷന് തൊട്ട് മുമ്പ് ഉദ്ഘാടനം നടത്തി, അതിന്റെ പേര് വരും, ന്യൂസസിൽ ചർച്ചയാകും, മീഡിയാസിൽ വരും, എല്ലാവരും കവർ ചെയ്തോളും.
അപ്പോൾ ഇങ്ങനെ ഒരു പുതിയൊരു സംഭവം വരുന്നുണ്ട്, അതിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞു എന്നൊക്കെ വന്നു. അത് വെച്ച് വോട്ടുണ്ടാക്കാം വീണ്ടും. അപ്പോൾ അടുത്ത ഒരു 5 വർഷം കൂടി അതിലൂടെ ഉറപ്പുവരുത്താൻ പറ്റും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 5 വർഷം ഇവർ ഭരിച്ചപ്പോൾ അവർക്ക് സംഭവം ഒന്നും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഇലക്ഷന്റെ തൊട്ട് ഒരു 6 മാസം മുൻപാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും കൊണ്ടുവരുന്നത്. ഇപ്പോൾ തന്നെ ഒരുപാട് പെൻഷൻസ് കൂട്ടിയിട്ടുണ്ട്, പുതിയ പെൻഷൻസ് കൊണ്ടുവരുന്നുണ്ട് കേരള ഗവൺമെന്റ്. അതുപോലെ ആസാമിലാവട്ടെ ബീഹാറിലാവട്ടെ അവിടെയൊക്കെ പുതിയ പെൻഷൻസ് ഒക്കെ പ്രഖ്യാപിച്ചു. ഇലക്ഷന്റെ തൊട്ട് മുമ്പാണ് ഈ പെൻഷൻസും അതുപോലെ ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ആൾക്കാർക്ക് സ്റ്റുഡൻസിന് എന്താ പറയാ സ്റ്റൈഫൻ പോലത്തെ പരിപാടികളൊക്കെ, അതായത് +1 +2 കഴിഞ്ഞ ആളുകൾക്ക് അതുപോലെ ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ ഒരു ഇൻകം സപ്പോർട്ടിങ് ചെയ്യുന്ന സ്കീംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഇലക്ഷന് തൊട്ട് മുൻപാണ്, അതായത് 2-3 മാസം മുൻപാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് 5 വർഷം ഇവർ ഭരിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും കൊണ്ടുവന്നിട്ടില്ല. എപ്പോഴാണ് കൊണ്ടുവരുന്നത്? അവസാനം, അതായത് ഇലക്ഷൻ വരാൻ പോകുമ്പോൾ. കാരണം ഇത് കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് ചെയ്യുമെന്ന് അവർക്ക് ഉറപ്പാണ്. അപ്പോൾ ആ വോട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു സ്കീമൊക്കെ അവസാനം കൊണ്ടുവരും. ഇത് ഞാൻ ഒരു പാർട്ടിനെ മാത്രം പറയുന്നില്ല കേട്ടോ, എല്ലാ പാർട്ടിയും ഈ ഒരു കാര്യത്തിൽ കണക്കാണ്. അത് BJP ആയിരുന്നാലും ശരി, കേരളം ഭരിക്കുന്നവരായിരുന്നാലും ശരി, അല്ല കോൺഗ്രസ് ആയിരുന്നാലും ശരി, ഏത് സർക്കാർ ആയിരുന്നാലും ശരി, അവർ കൂടുതലും ചെയ്യുന്നത് അവസാന നാളുകളിലായിരിക്കും. കാരണം അടുത്ത വരുന്ന വോട്ട് അവർക്ക് ലഭിക്കണം, അതവർക്ക് സെക്യൂർ ചെയ്യണം. അതിനു വേണ്ടി ഈ കാര്യങ്ങൾ നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഒരുപാട് പേർ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ വീണ്ടും ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ്സ് കണ്ടിട്ട് അവർക്ക് വോട്ട് ചെയ്യും. പക്ഷെ അതല്ല ചെയ്യേണ്ടത്. കഴിഞ്ഞ 5 വർഷം ഇവരുടെ പ്രവൃത്തി എങ്ങനെയാണോ, ഇവരുടെ വർക്കിംഗ് നല്ല രീതിയിലാണോ, അതൊക്കെ വിലയിരുത്തിയിട്ട് വേണം ഓരോ ഇലക്ഷൻ വരുമ്പോഴും, അത് സ്റ്റേറ്റ് ഇലക്ഷൻ ആവട്ടെ, പാർലമെന്റ് ഇലക്ഷൻ ആവട്ടെ, ലോക്സഭ ഇലക്ഷൻ ആവട്ടെ, ഏത് ഇലക്ഷനും ആവട്ടെ, അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ ആവട്ടെ, നമ്മുടെ ലോക്കൽ സെൽഫ് ബോഡി ഇലക്ഷൻ ആവട്ടെ, ഏത് ഇലക്ഷനും ഇവർ കഴിഞ്ഞ 5 വർഷം, അതായത് 5 വർഷം ഭരിച്ചവർ, അപ്പോൾ അവരുടെ പ്രവൃത്തികൾ എങ്ങനെയാണ്, പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാണോ, ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട്, അതായത് ലാസ്റ്റത്തെ ഒരു 6 മാസമോ അല്ലെ 3 മാസമോ അല്ല, കഴിഞ്ഞ ഭരിച്ചിട്ടുള്ള 5 വർഷം അവരെങ്ങനെയാണോ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്, അത് നോക്കി വേണം വോട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവസാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഒരുപാട് കാര്യങ്ങൾ, ടാർ ഇടുന്നത് കാണാം, റോഡൊക്കെ റിപ്പയർ ചെയ്യുന്നത് കാണാം, ഇതൊക്കെ കാണാം അവസാന കാലത്ത്. അതുവരെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല, അവസാനമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാം സ്പീഡിൽ, കാരണം എല്ലാം ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me, and stay tuned for another video. Okay, thank you.